ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കർശനമാക്കാൻ എല്ലാ MVD-മാർക്കും നിർദ്ദേശം. കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാർക്കിങ്ങുകൾക്ക് പാടില്ല എന്നും ഗതാഗത കമ്മീഷണറുടെ ഉത്തരവ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന്. ബിനിൽ, ഈ ഡ്രൈവിംഗ് ലൈസൻസും പരീക്ഷകളും ഒക്കെ കർശനമാക്കാനുള്ള നിർദ്ദേശം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്ന്. അത്തരം പരിഷ്കരണങ്ങൾ പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇന്നിപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മധു, ഈ പുതിയ നിർദ്ദേശങ്ങൾക്കെല്ലാം കാരണം ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടിയാണ്. കാരണം സംസ്ഥാനത്തടക്കം ഒരുപാട് കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയും മരണങ്ങൾ കൂടുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു പ്രതിവിധി എന്ന നിലയിൽ നേരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും ഒക്കെ ഹൈക്കോടതി വിളിച്ചു വരുത്തി ചില നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു എല്ലാ MVD-മാർക്കും ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് തന്നെ ഈ പരിഷ്കരണം തുടങ്ങുക എന്നതാണ് ഗതാഗത കമ്മീഷണർ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ കാൽനട യാത്രക്കാർക്കടക്കം റോഡിൽ അവർക്കുള്ള മുൻഗണന അത് ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം പരിശീലനം അടക്കം നൽകേണ്ടത്. ഡ്രൈവിംഗ് പരിശീലനം നൽകുമ്പോൾ മുതൽ അക്കാര്യങ്ങൾ പഠിക്കാൻ വരുന്നവരെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിലടക്കം ഉണ്ടാകണം. ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലൈസൻസ് തന്നെ റദ്ദാക്കുക എന്നതാണ് ഗതാഗത കമ്മീഷണർ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് സർപ്രൈസ് ചെക്കുകളിലേക്ക് പോവുക ഈ സ്കൂളുകളിൽ എന്നതാണ് ഇപ്പോൾ നിർദ്ദേശമായിട്ടുള്ളത്. എല്ലായിടത്തും പരിശോധന നടത്തണം. മതിയായ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് തന്നെയാണോ ഓരോ ഡ്രൈവിംഗ് സ്കൂളുകളും ഈ പരിശീലനങ്ങളൊക്കെ നൽകുന്നത്, അതെല്ലാം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡിൽ സൈക്കിൾ യാത്രക്കാർ, അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ, അവരാണ് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ. അവർക്കാണ് കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുള്ളത്. അപ്പോൾ മറ്റു വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ, കാറുകൾ, ഹെവി വാഹനങ്ങൾ, അതെല്ലാം ഓടിക്കുന്നവർ, ഇവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക പരിഗണന റോഡിൽ നൽകണമെന്നുകൂടി നിർദ്ദേശിക്കുകയാണ്. ആ രീതിയിലായിരിക്കണം ഇനി ഈ റോഡിൽ നമ്മുടെ ഒരു സംസ്കാരം, റോഡ് സംസ്കാരത്തിൽ തന്നെ ഒരു മാറ്റങ്ങൾ വരണമെന്നതാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾക്കറിയാം, ഈ എയർ ഹോൺ അഴിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ റോഡിൽ ഹോൺ അടിച്ച ആരെയും ഭയപ്പെടുത്തരുത്. പ്രത്യേകിച്ച് ഈ സൈക്കിൾ യാത്രക്കാർ, ഇരുചക്ര വാഹനക്കാർ, അവരെ റോഡിൽ ഹോൺ അടിച്ച് ഭയപ്പെടുത്തി മാറ്റുന്ന രീതി അത് പാടില്ല. അത്തരത്തിലുള്ളവർക്കെതിരെ കൂടി കർശനമായ നടപടിയെടുക്കാനാണ് ഗതാഗത കമ്മീഷണർ ഇപ്പോൾ എല്ലാ MVD-മാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, ബിന്നിലാണ് വിശദമായ വിവരങ്ങൾ നൽകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കർശനമാക്കാനുള്ള നിർദ്ദേശമാണ് MVD നൽകുന്നത്.